ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ യൂസ്ഫുൾ ടൂൾ എന്ന് പറഞ്ഞൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ വാങ്ങിച്ച ടോർച്ചുകൾ അതിൽ ഏറ്റവും എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ. ഇതൊരു അഡ്വർടൈസ്മെന്റ് അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ആണ് ഇത്. പക്ഷേ ചാർജ് അധികം നിൽക്കുന്നില്ല, വളരെ സ്ലിം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് ഇറങ്ങുകയും ചെയ്യും. മാത്രമല്ല ഒരു 6 മാസം യൂസ് ചെയ്തപ്പോഴേക്കും തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ കുറഞ്ഞു വന്നപ്പോൾ ഞാൻ പിന്നെ അത് നിർത്തിയിട്ടാണ് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് വാങ്ങിച്ചത്. ഇത് ഈ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ, ജർമ്മനിയുടെ ബ്രാൻഡിൻ്റെ സാധനമായിരുന്നു. ഒരു വ്യത്യസ്തമായ സ്റ്റൈലിൽ ഇത് കണ്ടില്ല, ഇതേപോലെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലാഷ് ലൈറ്റ് ആയിരുന്നു. ഫോക്കസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിന്റെ ചാർജറിന് തീരെ ക്വാളിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ ചാർജർ വേഗം പൊട്ടിപ്പോകും. പക്ഷെ അതിന് ഞാൻ വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. ക്വാളിറ്റിയിലൊന്നും വലിയ മോശമൊന്നുമില്ല, കുറച്ച് കാലം ഞാൻ യൂസ് ചെയ്തു. പക്ഷേ ഇത് ഹെവി ആയതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ള നല്ലൊരു ഫ്ലാഷ് ലൈറ്റ് നോക്കാം എന്ന് വിചാരിച്ച്. പിന്നെ ഇതിന്റെ ഫ്ലാഷിന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റിങ്, അതായത് ഇന്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. സോ അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് വാങ്ങിച്ചത്. ഇത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് വീണപ്പോൾ പോയി. പക്ഷേ നല്ലൊരു ഫ്ലാഷ് ലൈറ്റ് ആണ്. ഞാൻ ഒരു 5-ൽ ഒരു 3 മാർക്ക് കൊടുക്കുന്ന ഫ്ലാഷ് ലൈറ്റ് ആണ്. നല്ലൊരു ടോർച്ചാണ്. കുറേ കാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നല്ല, ഒരു 5-6 തവണ വീണ്. പക്ഷെ ഒന്നൊരു ഹെവിയായ വീഴ്ചയായപ്പോഴാണ് പോയത്. വാട്ടർ പ്രൂഫ് ആണ്. മാത്രമല്ല 80 ദിർഹത്തിലുള്ള ഒരു ബഡ്ജറ്റുള്ള ഒരു ഫ്ലാഷ് ലൈറ്റും ആണ്. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വൂബൻ L50 എന്ന് പറയുന്ന ഒരു ഫ്ലാഷ് ലൈറ്റ്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ തവണ വീഴുകയും ചെയ്ത്. എൻ്റെ ലക്കി കൊണ്ടാണ് ഇനി ഫ്ലാഷ് ലൈറ്റിന്റെ ക്വാളിറ്റി കൊണ്ടാണെന്ന് അറിയില്ല. ഇത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ്. ബ്രൈറ്റ്നസ് ഇന്റൻസിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൂടാതെ സ്വിച്ചൊക്കെ ഇത്ര കാലമായിട്ട് ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇതുവരെയായിട്ട് ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഇനിയും ഇതേപോലെ ഇന്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഈ ഒരു പഴയ ചാർജർ, അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഓൾമോസ്റ്റ് 2 വർഷത്തിന് മുകളിലായി യൂസ് ചെയ്യുന്നത്. ഇത് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ 2 നാട്ടിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. സോ അഥവാ നിങ്ങൾ വാങ്ങിക്കാൻ കുറച്ച് നല്ലൊരു ചൈനീസ് ഫ്ലാഷ് ലൈറ്റ് നോക്കുന്നത് ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. പിന്നെ അടുത്ത് യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്ലാഷ് ലൈറ്റാണ്. പക്ഷേ ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇത് കോസ്റ്റ്ലി ആണ്. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 160 ദിർഹംസ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ അത് ക്വാളിറ്റി കൊണ്ടും പിന്നെ ആൾക്കാർ നല്ല റിവ്യൂ ഉണ്ടായിരിക്കണം. ഇതിനിപ്പോൾ 260 ദിർഹംസ് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് എന്തായാലും മെക്കാനിക് എന്നെ പോലെ ബേസിക് മെക്കാനിക് ഒക്കെ ചെയ്യണം താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നാട്ടിലിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിലൊക്കെ ഫ്ലാഷ് ലൈറ്റ് എപ്പോഴും പുറത്ത് കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതൊരു കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. തലയിൽ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെറ്റീരിയലും ഒന്നും സംഭവിച്ചില്ല. ഇത് 2-3 വർഷമായി ഞാൻ വാങ്ങിച്ചിട്ട്. ഇതിൻ്റെ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഈ എല്ലാ ഫ്ലാഷ് ലൈറ്റും സൈക്ലിസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ രാത്രിയൊക്കെ സൈക്ലിങ്ങിന് പോകുമ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനും അങ്ങനെയുണ്ട്. ഇതിന് പ്രത്യേക ഒരു ഓറഞ്ച് കളർ, ഒരു റെഡിഷ് കളറും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ലൈറ്റും ബ്ലിങ്ക് ചെയ്യുന്ന തരത്തിലാണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. വണ്ടി ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീണിട്ട് പിന്നെ വെള്ളത്തിലൊക്കെ ആയിട്ടുണ്ട്, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അത് സോപ്പൊക്കെ ആയിട്ട് ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു മെറ്റീരിയലോട് കൂടി. അത് മാത്രമല്ല ലോങ് ടൈം യൂസിൽ ഇത് ചൂടാകുന്നൊന്നുമില്ല. അപ്പോൾ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് ചൂടറിയുമല്ലോ. എസ്പെഷ്യലി ഇത് ഹെഡ് ടോർച്ച് എന്ന് അറിയപ്പെടുന്നത് തലയിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചൂടാകാത്തത് കൊണ്ടൊക്കെ ആവണം ഇത് കുറച്ചും കൂടി ഡിമാൻഡ് ആയിട്ടുണ്ട്, പൈസയും കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഗസ്റ്റർ കൺട്രോളും കൂടിയുണ്ട്, കൈ വേവ് ചെയ്ത് കഴിഞ്ഞാൽ കത്തുന്ന വിധത്തിൽ. ഇനി ഇൻ കേസ് നിങ്ങൾ വാങ്ങിച്ച ഏത് ടോർച്ച് ആയിക്കോട്ടെ അതിൻ്റെ ചാർജർ പോയി കഴിഞ്ഞാലുള്ള ട്രിക്കൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.